വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെത്തല്ലൂരിൽ പുതുതായി തുടങ്ങിയ ഷിഫ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മത, സാമൂഹ്യ, സംസ്കാര, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മാനേജിംഗ് പാർട്ണർ ഡോക്ടർ പി ഉണ്ണീൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ഷിഫ ഓഡിറ്റോറിയം ചെത്തല്ലൂരിൽ സാക്ഷാത്കരിക്കപ്പെട്ടത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ചടങ്ങിൽ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും മറ്റും ചേർന്ന് ഒരുക്കിയ പ്രൗഢഗംഭീരമായ സൗഹൃദ വേദിയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഷിഫ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം അധ്യക്ഷത വഹിച്ചു. വിചാരിച്ചതിനേക്കാൾ മനോഹരമായ ഭംഗിയുള്ള ഒരു ഓഡിറ്റോറിയം ഒരു ഗ്രാമത്തിന് സമ്മാനിക്കുന്ന ചടങ്ങായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഉണ്ണീൻക തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷക്കാലത്തെ അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധം, അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഒരു ആർക്കിടെക്റ്റാണ് എന്ന് പറയുന്നതിലാണ് ഏറ്റവും നല്ല പ്രയോഗമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം മനോഹരമായി നിർമ്മിക്കുന്നത് കെട്ടിടങ്ങളല്ല, ആത്മാവുള്ള ഒരുപാട് ഇടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനാണ് ഉണ്ണീൻക എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലാവട്ടെ, അദ്ദേഹം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാവട്ടെ, അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ലക്ഷ്യത്തിൽ ഉണ്ടാക്കുന്നതല്ല. ROI നോക്കി സ്ഥാപനം തുടങ്ങുന്ന ആളല്ല ഉണ്ണീൻക എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. പകരം മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലതെല്ലാം മനുഷ്യർക്ക് ഗുണകരമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ഉണ്ണീൻക. ഷാജഹാൻ താജ്മഹൽ പണിതത് തൻ്റെ പ്രണയിനിക്ക് വേണ്ടിയാണെങ്കിൽ ഉണ്ണീൻക ഈ ഓഡിറ്റോറിയം പണിതത് താൻ നടന്നുപോയ വഴികൾക്കാണ് എന്നത് ഒരു വളരെ കൗതുകമുള്ള കാര്യമാണ്. അങ്ങനെ മനുഷ്യന്മാർ നടന്നുപോയ വഴികളെ പോലും ഓർമ്മിച്ച് ഒരു നാടിന് ഇങ്ങനെ ഒരു വലിയ സമ്മാനം സമർപ്പിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഷിഫ കൺവെൻഷൻ സെൻറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. പെരിന്തൽമണ്ണയിൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടി മാത്രമല്ല, ഇന്നും ആ ഓഡിറ്റോറിയത്തിനോട് കോമ്പീറ്റ് ചെയ്യാൻ അതിൻ്റെ സൗകര്യങ്ങളിൽ മാനേജിംഗ് പാർട്ണർ ഡോക്ടർ പി ഉണ്ണി സ്വാഗതം പറഞ്ഞു. അവിടെ നിന്ന് താഴത്തേക്കിട്ട് അത് കണ്ട് ആഹ്ലാദിച്ചിരുന്ന നാരായണത്ത് പ്രാന്തൻ്റെ നാടാണ് ചെത്തല്ലൂർ. അതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെയും ഇവിടെ പനക്കുറിശി കാവുണ്ട്, പള്ളിയുണ്ട്, സാംസ്കാരിക രംഗത്തിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുണ്ട്. ഞങ്ങളെ ഒരുപാട് വിദ്യാസമ്പന്നരായ നല്ല സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. നല്ല ഒരു പുഴ, കുന്തിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ചെത്തല്ലൂരിലാണ്. എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ മഹത്വ സൗഹാർദ്ദത്തിലൂന്നി ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. ഞാൻ ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ ഒരു പ്രചോദനം എന്ന് പറയുന്നത്, ഞാൻ പൂവത്താണിയാണ്, നിങ്ങൾക്കറിയാലോ, മലപ്പുറം ജില്ലയിലാണ് പൂവത്താണി. ചെത്തല്ലൂർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ എൻ്റെ വീട് പൂവത്താണിയാണെങ്കിലും ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങളും മറ്റുള്ള വൈകാരികമായിട്ടൊരു ബന്ധം എനിക്കുണ്ട്. കാരണം ഞാൻ 8, 9, 10 ക്ലാസ്സുകൾ വെള്ളിനാഴി സ്കൂളിലാണ് പഠിച്ചത്. ആ വെള്ളിനാഴി സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനാണ് ഇവിടുന്ന് പോകുമ്പോൾ ഏതാണ്ട് 8 കിലോമീറ്റർ അങ്ങോട്ടുമുണ്ട്, 8 കിലോമീറ്റർ ഇങ്ങോട്ടുമുണ്ട്. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ 1 കിലോമീറ്റർ വരെ ബസ് കാത്തിക്കുന്ന കാലഘട്ടത്തിൽ അത്രയും അതിൻ്റെ ഇടയ്ക്കൊരു പുഴയുണ്ട്, പിന്നെ തോടുണ്ട്, ഒരു അത്തിപ്പെട്ട മനുണ്ട്. ഇതെല്ലാം താണ്ടി
1962 മുതൽ 66 വരെ ഞാൻ വെള്ളിയായ പഠിച്ചത്. എൻ്റെ കൂടെ അന്ന് പഠിച്ച പല സുഹൃത്തുക്കൾക്കും ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരെ പിന്നെ കുട്ടികളുണ്ട്. അവരൊക്കെ എന്നോട് പറയും, എന്തെങ്കിലും നിങ്ങൾ കൂവത്താടി ചെത്തല്ലൂരത്തേക്ക് പരിപാടി ചെയ്യണം. അതിൻ്റെ ഒരു എന്താ പറയുന്നത് റിസൾട്ടാണ്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഈ നാട്ടിൽ വളർന്നു എന്നതാണ് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഉണ്ണി സാർ നമ്മളോട് പറഞ്ഞത്. എനിക്ക് മറ്റൊരു സമാധാനം, അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട കഥ അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഇവിടെ പഠിച്ചത്. അന്ന് അദ്ദേഹം കുട്ടിയെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിട്ടാണ് അദ്ദേഹം ഇവിടെ പോയത്. ഞാൻ അന്നും ഇന്നും കുട്ടിയാണ്, മട്ടന്നൂർ ശങ്കരൻ കുട്ടി. അതാണ് വ്യത്യാസം. എനിക്ക് ഇപ്പോഴും 28 വയസ്സാണ്. അതിവിടെ ഒരു ഡോക്ടർ മാത്രം കേൾക്കേണ്ട എന്നൊരു അപേക്ഷയുണ്ട്. അത് എൻ്റെ ആദരണീയനായ മോഹൻകുമാർ ഡോക്ടർ, അദ്ദേഹം മാത്രം കേൾക്കേണ്ട. കാരണം പലപ്പോഴായിട്ട് പല ആൾക്ക് വേണ്ടി പല വിഷയങ്ങളായിട്ട് അദ്ദേഹത്തിനെ സമീപിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും സമീപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അൽഷിഫ ഹോസ്പിറ്റൽ, അൽഷിഫ കൺവെൻഷൻ സെൻറ്റർ, അൽഷിഫ ഓഡിറ്റോറിയം, ഇതെല്ലാം സത്യത്തിൽ എൻ്റേതും കൂടിയാണ്. കാരണം അദ്ദേഹം സ്കൂളിൽ പഠിച്ച വിഷയം പറഞ്ഞു, കൃത്യമായിട്ട് പഠിക്കാൻ പോയി. കേരളത്തിൽ കഥകളി പാഠ്യ വിഷയമായിട്ട് പഠിപ്പിക്കുന്ന 2 സർക്കാർ സ്കൂളുകളുണ്ട്. അത് ഒന്ന് വെള്ളിനഴിയും ഒന്ന് തിരുവനന്തപുരത്തുമാണ്. ഞാൻ വെള്ളിനഴി എത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാട്ടുകാരെയും പഠിച്ച സ്ഥാപനത്തെയും കൂട്ടത്തിൽ പഠിച്ചവരെയും പഠിപ്പിക്കുന്നവരെയും പഠിപ്പിച്ചവരെയും ഓർക്കുന്ന ഒരു മനസ്സ് അത് ഡോക്ടർ ഉണ്ണി സാറിനുമുണ്ട്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ കഥകളിയുടെ ആചാര്യനായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ലാത്ത വെള്ളിനഴി നായർ എന്ന മഹാകലാകാരൻ്റെ കീഴിൽ കഥകളി പഠിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കുട്ടിക്കും മനസ്സിലായി, ഡോക്ടർക്കും മനസ്സിലായി, പഠിപ്പിക്കുന്ന അധ്യാപകനും മനസ്സിലായി, ഇത് വലിയ ഗുണമുള്ള കാര്യമല്ല. മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തങ്കം മഞ്ചാടിക്കൽ, തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, തച്ചനാട്ടുകര പഞ്ചായത്ത് അംഗം PM ബിന്ദു, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ മെമ്പർ MS അലവി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. രാമകൃഷ്ണൻ, തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. കൃഷ്ണദാസ്, തച്ചനാട്ടുകര പഞ്ചായത്ത് BJP പ്രസിഡന്റ് മുരളി, അൽഷിഫ ഡയറക്ടർ അബ്ദുൾ റസാഖ്, ഹംസ പുലാക്കൽ, ഡോക്ടർ മുഹമ്മദ് യഹിയ, ഡോക്ടർ അബ്ദുള്ള ഖലീൽ, ഡോക്ടർ മോഹൻകുമാർ, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഉപഹാരവും നൽകി. സംസാരിച്ച് ഒരു കെട്ടസി വിസിറ്റ്, അങ്ങനെ ഉണ്ടായിരുന്നൊരു സൗഹൃദം, ആ സൗഹൃദത്തെ ഓർമ്മപ്പെടുത്തിയാണ് ഇന്ന് ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഉണ്ണിയൂർ സാഹിബ് പറഞ്ഞത്. എനിക്കൊന്ന് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പിതാവ് എപ്പോഴും ഉണ്ണിയൂർ സാഹിബിൻ്റെയൊക്കെ സാമീപ്യം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. മോഹൻകുമാർ ഡോക്ടറും അടക്കമുള്ള ഹംസ സാഹിബ്, അതുപോലെ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ അക്രമായി അടക്കമുള്ള എല്ലാവരും അടങ്ങുന്ന സംഘം ഉപ്പയുടെ സുഹൃത്തുക്കളായിരുന്നു എന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പയുടെ സുഹൃത്തിൻ്റെ സംരംഭം ഇവിടെ തുടങ്ങുമ്പോൾ അത് വിളിക്കപ്പെടുന്നത് ഏറെ അഭിമാനമുണ്ട്. അതിന് ഇവിടെ വരിക എന്നുള്ളത് എൻ്റെ ധാർമ്മികപരമായ ഉത്തരവാദിത്തം കൂടിയാണ്. ഉണ്ണിയൂർ സാഹിബിനെ കുറിച്ച് ഇവിടെ നജീബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരുപാട് 35 വർഷത്തോളമായി അൽഷിഫ ഹോസ്പിറ്റലിൽ തുടങ്ങി. ഈ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ പടർത്തലത്തിൽ സാധിച്ചിട്ടുണ്ട്.
അതുപോലെ ഇതിനേക്കാൾ വലിയ ഒരു കൺവെൻഷൻ സെൻറ്റർ പെരിന്തൽമണ്ണയിൽ മലപ്പുറം ജില്ലയിൽ ഒരു വിധം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കൺവെൻഷൻ സെൻ്ററായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നജീബ് കാന്തപുരം ഞങ്ങളുടെ അലാപ്പ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ തുടങ്ങിയിട്ടുള്ള IAS അക്കാഡമി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് മുന്നോട്ട് സാഹിബ്. അദ്ദേഹം നടന്ന വഴികൾ, അദ്ദേഹം നീന്തുന്ന സ്ഥലങ്ങൾ, നീന്തൽ ക്ലബ്ബ് വരെ ഉണ്ടാക്കിയിട്ടുള്ള ആ സൗഹൃദങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി നല്ല സൗകര്യത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഭംഗിയായി നിർമ്മിച്ച് ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ഞാൻ അറിയിച്ചുകൊണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.